മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി വെക്കാൻ വേണ്ടിയിട്ട് മീൻ കിട്ടുന്ന കാര്യം ഭയങ്കര വിഷമമാണ്. മുള്ളൻ ഇന്ന് കിട്ടിയതാട്ടാ. മുള്ളൻ നമ്മളങ്ങനെ അധികമൊന്നും വാങ്ങിയില്ല, കാരണം മുള്ളൻ്റെ അകത്ത് ഒരു മീൻ കേടി കഴിച്ച് കഴിഞ്ഞ് ആ കറി മൊത്തം കുളവും. പിന്നെ ഇത് നല്ല ഫ്രഷ് മുള്ളൻ കണ്ടതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കാൻ പാടില്ലേ. എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ. ഇത് മുള്ളൻ നല്ല മുറിച്ച് വൃത്തിയാക്കി കഴുകിയെടുത്ത് ഒരു ചട്ടിയിലങ്ങ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം 2 അല്ലി കുടംപുളി ഇട്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും ഇട്ട്, ഒരു 4 പച്ചമുളക് പറങ്ങി കീറിയതിലിട്ട്, 2 പഴുത്ത തക്കാളി എടുത്തിന്. ആ തക്കാളീൻ്റെ മൊത്തെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് അതിനെ നന്നായിട്ട് 4 വര വെച്ച് ഞെക്കി പിഴിഞ്ഞ് മുറിച്ച് തറച്ച് ആ കറിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, ആവശ്യത്തിന് പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുള്ളന് ചെറിയ വേവേ ഉള്ളൂ, അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കണ്ടൂ. പതക്കുമ്പം വേവട്ടെ മുള്ളൻ. അപ്പോൾ അതിനാവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി ഇതിനെ ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. എന്തായാലും കൊണ്ടുപോയി ഗ്യാസിൻ്റെ മേലെ വെക്കാം. ഗ്യാസിൻ്റെ മേലെ വെച്ചാൽ മാത്രം പോരല്ലോ, അത് കത്തിക്കണ്ടേ. എന്നാൽ പിന്നെ ആ ഒരു കർത്തവ്യം കൂടി ചെയ്തൊക്കാം. കത്തിച്ച് അതൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ച്, ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുക്കാം. അതിൻ്റെ കൂടെ ഒരു നുള്ള് കറിവേപ്പില. ആ കറിവേപ്പില കഴുകി എടുത്തിട്ട് നമ്മൾ കറിയിലിടാൻ വേണ്ടി പോകുമ്പോൾ ഒരു 3-4 കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കീറി ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല ചൊയ്യായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കറിവേപ്പില കറിയിലിടുന്ന സമയത്ത് കഷ്ണിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എന്നാൽ പിന്നെ നമുക്കെന്ത് ചെയ്യാം, ഇത് ചട്ടിയിലില്ലേ വെച്ച കറി ചൂടായോ എന്ന് പോയി നോക്കാം. ആഹാ, പുക മയം വരുന്നുണ്ടല്ലോ. അപ്പോൾ പതച്ച് നാന്നട്ടാ 4 ഭാഗത്തേക്കൂടെയും കൂടി ആവി പോകുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് തട്ടെടുത്ത് മാറ്റിയിട്ട് നമുക്ക് കറിയൊന്ന് നോക്കിയാലോ. കറിയെല്ലാം നന്നായിട്ട് പതച്ച് വന്നിട്ടുണ്ട്. പതച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉപ്പെടുത്ത് അതിനാവശ്യമായ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യമായ ഉപ്പിട്ട് അടച്ച് വെച്ച ശേഷം അടുത്ത നമ്മളെ പണി എന്നാ, കറി കുറച്ചുകൂടി വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ആ വെളുത്തുള്ളിയിലെ തോലൊളിഞ്ഞ് വെച്ചേ വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കണം. വെളുത്തുള്ളി ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണോ കയ്യിലോ കൊണ്ട് നന്നായിട്ട് അമർത്തി കൊടുത്താൽ മതി. ഇതെല്ലാം എടുക്കാൻ മടിയുള്ളത് കാരണം ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ ചുണ്ടൻ വെള്ളം കൊണ്ട് തന്നെ അമർത്തി അത് നന്നായിട്ട് ചതച്ചെടുത്തിന്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കറീൻ്റെ തട്ടൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുന്ന സമയത്ത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കെന്ത് ചെയ്യാം, ഈ ചതച്ച് വെച്ച വെളുത്തുള്ളിയെ കീറിയിട്ട കറിവേപ്പിലയില്ലേ അതും കൂടി നമുക്ക് ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു നുള്ളു വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് ഒന്ന് വീണ്ടും വായ്ക്കടച്ചിട്ട് തിളക്കാൻ വേണ്ടി വെക്കുക. വായ്ക്കടച്ച് തിളക്കാൻ വേണ്ടി വെച്ച ശേഷം എന്ത് ചെയ്യുക, ഒരു 2 ഓട്ടം നന്നായിട്ട് തുള്ളി പതച്ചിട്ടാകുമ്പം നമുക്ക് കറി അടിപൊളിയായിട്ട് വറ്റി വന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് കീച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.